നമുക്ക് നോക്കാം മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ന്റെ-16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ എന്താണ്? പ്രകാശിക്കട്ടെ. മറ്റു വ്യക്തികളുടെ മുൻപിൽ നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്, നിങ്ങൾ എത്ര ആത്മീയരാണെന്ന്, എത്ര പ്രകാശം പ്രാപിച്ചവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. വെളിച്ചത്തിനുള്ളവരായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ആത്മീയത എന്താണെന്ന് വെളിപ്പെടുത്തൂ. നിങ്ങളിലുള്ള ദൈവം എത്ര ഉന്നതനാണെന്ന് കാണിക്കുക. അപ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കും. അവർക്ക് അറിയാൻ കഴിയും. ഒരു ദിവസം ഒരു വ്യവസായി തൻ്റെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് തൻ്റെ മുൻപിലൊരു ആലയം കണ്ടു. ആലയത്തിനുള്ളിൽ എന്ത് നടക്കുന്നെന്നറിയാനായിട്ട് അവിടെ പോയി. അയാളൊരു നിരീശ്വരവാദിയായിരുന്നു. അവിടെ ദേവദാസൻ വചനം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് അവിടെ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റു. എന്താണെന്നറിയില്ല, നേരെ വചനം സംസാരിക്കുന്ന ദേവദാസന്റെ അരികിലേക്ക് പോയി. എന്തോ പറയുവാനായിട്ട് ശ്രമിച്ചു. പറയുവാൻ ശ്രമിച്ചതായ സമയത്ത് ആ ദേവദാസൻ അല്പം കുനിഞ്ഞു. എന്തോ പറയുവാനായിട്ടിങ്ങനെ ചെവി അല്പം ചായച്ചു കൊടുത്തു. അപ്പോൾ ചെവിക്കല്ലിനിട്ട് അടിച്ചു. അത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് ദേവദാസന്റെ ചെവിക്കല്ലിനിട്ട് അടിച്ചപ്പോൾ, അടികൊണ്ട് വേദനിച്ചപ്പോൾ ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വചനം സംസാരിക്കാൻ തുടങ്ങി. അടിച്ച വ്യക്തി കോപത്തോടെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അന്ന് സംഭവിച്ച കാര്യമോർത്ത് അവിടെയുണ്ടായിരുന്നതായ വിശ്വാസികളും ഒരുപാട് ദുഃഖിച്ചു. അവർ വേദനിക്കാനിടയായി. അതിനുശേഷം ഈ നിരീശ്വരവാദി എല്ലാവരും പോയതിനു ശേഷം ദേവദാസന്റെ അരികിൽ ചെന്നു. എന്തു പറഞ്ഞെന്നറിയാമോ? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അവൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചിടിക്കുമായിരുന്നു. അത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് അയാൾ അങ്ങേ അപമാനിച്ചു. അങ്ങയുടെ ചെകിടത്തടിച്ചപ്പോൾ കോപത്തോടെയുള്ള ഒരു നോട്ടമാകട്ടെ, സംസാരമാകട്ടെ വെളിപ്പെടുത്താതെ അങ്ങയുടെ കർത്തവ്യം അങ്ങ് ചെയ്തപ്പോൾ, ദൈവമുണ്ടോ എന്നും എവിടെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ ഇന്ന് നിങ്ങളിൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മിൽ ആരെ കാണിച്ചു കൊടുക്കണം? ദൈവത്തെ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കോപത്തെയല്ല, നമ്മുടെ എടുത്തുചാട്ടത്തെയല്ല, നമ്മുടെ അഹങ്കാരത്തെയല്ല കാണിക്കേണ്ടത്, നമ്മുടെ നിഗളത്തെയല്ല കാണിക്കേണ്ടത്, നമ്മുടെ ഭോഷത്വത്തെയല്ല കാണിക്കേണ്ടത്. നമ്മൾ കാണിക്കേണ്ടത് ദൈവത്തെ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗത്തിലുള്ള നിങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനു വേണ്ടി നിങ്ങളിലുള്ളതായ വെളിച്ചത്തെ ലോകത്തിന് കാണിക്കുവീൻ. ദൈവം എന്തിനാണ് അനുഗ്രഹിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് കാണിച്ചു കൊടുക്കുവാനാണ് അനുഗ്രഹിക്കുന്നത്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ നീ ആശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഫലങ്ങൾ മറ്റുള്ളവർ കാണേണ്ടതിനു വേണ്ടി. എന്തുകൊണ്ടാണ്? ഞങ്ങൾ പങ്കുവയ്ക്കേണ്ടതിനു വേണ്ടി. പങ്കുവയ്ക്കാത്തതായ അനുഗ്രഹം ശാപമായിട്ട് തീരുന്നു. മറ്റുള്ളവർ അനുഭവിക്കാൻ കഴിയാത്തതായ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതായ അനുഗ്രഹമില്ലാതെയാകുന്നു. ഫലം കായ്ക്കാത്തതായ ജീവിതം നിന്നെ അപമാനിക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് വളരെ വ്യക്തമായി നീ സംസാരിച്ചുവല്ലോ. നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയില്ല. നിന്നിൽ വസിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വളരെ ഫലം കായ്ക്കാൻ കഴിയൂ. നിന്നിൽ വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിലെ വെളിച്ചം ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ കാണണം. ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ കണ്ട് നിന്നെ മഹത്വപ്പെടുത്തണം. ഇവർ യേശുവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഇത്ര വലിയ മാറ്റം. യേശുവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഇത്ര വലിയ സന്തോഷം. യേശുവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഇത്ര വലിയ അനുഗ്രഹം. ഇങ്ങനെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ഞങ്ങളിലെ ആത്മീയത കണ്ടു മനസ്സിലാക്കണം. ഞങ്ങൾ പ്രാപിച്ചെടുത്ത നന്മകൾ ഞങ്ങൾ പങ്കുവയ്ക്കണം. ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ പങ്കുവയ്ക്കണം. രക്ഷയുടെ സുവിശേഷത്തെ ഞങ്ങൾ പങ്കുവയ്ക്കണം. ശാന്തിയും സമാധാനത്തെയും സന്തോഷത്തെയും ഞങ്ങൾ പങ്കുവയ്ക്കണം. ഞങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കണം. അങ്ങനെ പങ്കുവച്ചുകൊണ്ട് കൂടുതൽ അനുഗ്രഹിക്കപ്പെടണം. മറച്ചുവെച്ചാൽ കവർച്ച ചെയ്യപ്പെടും. പങ്കുവച്ചാൽ സമൃദ്ധിയുണ്ടാകും. അതിനുള്ള കൃപ തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.